നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്രിസ്മസിന് റിലീസായിട്ട് രണ്ട് സിനിമകൾ കൂടി, അതായത് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ കൂടാതെ രണ്ട് സിനിമകൾ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ, ED എന്ന് പറയുന്ന സിനിമ, എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന സിനിമ. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, മാർക്കോ നമുക്ക് മാറ്റി നിർത്താം, കാരണം മാർക്കോന്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ രണ്ട് സിനിമകളെ എടുക്കുന്ന സമയത്ത് റൈഫിൾ ക്ലബിനും ED പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായം കിട്ടിയിട്ടില്ല. റൈഫിൾ ക്ലബ്ബ് ഒരുപക്ഷെ മാർക്കോ റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള കളക്ഷനിലേക്ക് പോയേനെ. എന്നാൽ റൈഫിൾ ക്ലബിന്റെ ബുക്കിങ്ങിനെ മാർക്കോയുടെ വിജയം വലിയ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ മാർക്കോയ്ക്ക് ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ റൈഫിൾ ക്ലബ്ബ് തന്നെയായിരിക്കും ചൂസ് ചെയ്യുക എന്ന് തോന്നുന്നു. കാരണം ED വേറൊരു കാറ്റഗറിയിൽപ്പെട്ട സിനിമയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ഒരാഴ്ച ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു ചിത്രം എന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ED ആണ് എന്നുള്ളതാണ്. എന്തിനേലും സിനിമകളുടെ കളക്ഷൻ നോക്കുന്ന സമയത്ത് ED ഈ പറഞ്ഞ മാതിരി സുരാജ് വെഞ്ഞാറമൂടിന്റെ പടമാണ്. ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു ശരാശരി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു കളക്ഷൻ തന്നെ ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരേ ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇന്നലെയാണ് പടം റിലീസ് ചെയ്തത്. പക്ഷെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 24 ലക്ഷം രൂപ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു. 24 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക് ഒരു ചെറിയ എമൗണ്ട് അല്ല. കാരണം നോർമലി ഇതുപോലെയുള്ള സിനിമകളൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിജയിച്ചു എന്ന് പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഒരു 6 കോടി 7 കോടിയൊക്കെ എത്തുമ്പോഴാണ്. അതുപോലെയുള്ള സിനിമകളുടെയൊക്കെ ആദ്യ ദിന കളക്ഷൻ എന്ന് പറയുന്നതും ഈ 24 ലക്ഷം രൂപ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു 30 ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെയാണ്. 24 എന്ന് പറയുമ്പോഴും കൂടി ഓർക്കുക, റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു വിജയിച്ച ചിത്രം, അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു ചിത്രം അവിടെ നിൽക്കുന്നുണ്ട്. മാർക്കോ എന്ന് പറയുന്ന മലയാള സിനിമാ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ഹൈപ്പിലുള്ള ഒരു സിനിമ അവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ 24 ലക്ഷം രൂപ കളക്ഷൻ കിട്ടിയെന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഒറ്റ ദിവസം കൊണ്ട്. എന്തായാലും റൈഫിൾ ക്ലബിലേക്ക് വരുന്ന സമയത്ത് ആഷിഖ് കപൂറിന്റെ സിനിമയാണ്. അവിടെ നായകന്റെ പേരൊന്നും ഒരു പ്രസക്തിയുമില്ല. അല്ലെങ്കിൽ ആഷിഖ് കപൂർ എന്ന് പറയുന്ന മാർജിനിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ ആളുകളുണ്ട്, എല്ലാവരും വെടിവെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ ആദ്യ ദിവസം തന്നെ വലിയ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയുണ്ടായി. വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പ് സിനിമകൾക്കിടയിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയുണ്ടായി. അതിന്റേതായിട്ടുള്ള ഗുണം ആ ചിത്രത്തിന്റെ കളക്ഷനിലും കാണാൻ സാധിച്ചു. 2 ദിവസം പിന്നിട്ട സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നായി 2 കോടി 29 ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 കോടി 30 ലക്ഷം രൂപ എന്ന് പറയുന്ന കണക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ടാണ് നേടിയെടുത്തിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് നേടിയെടുത്തതാണ്. ഇതിൽ ആദ്യ ദിവസം ഏകദേശം 1 കോടി 30 ലക്ഷം രൂപയോളമാണ് നേടിയെടുത്തത്. രണ്ടാം ദിവസമായിട്ടുള്ള ഉണ്ണിമുകുന്ദന്റെ മാർക്കോ റിലീസ് ചെയ്യുന്ന സിനിമ ദിവസം പോലും 1 കോടിയോളം കളക്ഷൻ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ബുക്കിംഗ് അല്പം ശോകമാണ് എന്നുണ്ടെങ്കിലും മാർക്കോയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവരുടെ അടുത്ത ചോയ്സ് ആയിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് റൈഫിൾ ക്ലബ്ബ് തന്നെയാണ്. അത് ആ സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള ഗുണം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട. ഈ ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം മോശമല്ലാത്തൊരു കണക്ക് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഫൈനൽ കണക്ക് എവിടെ വന്ന് നിൽക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന ബറോസ് കൂടി പോസിറ്റീവ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് കത്തിപ്പടരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകളും മറ്റുള്ള അഭിപ്രായങ്ങളും താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.